മലപ്പുറം മമ്പാട് കുളിക്കലിൽ കാട്ടുപന്നി ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. തോട്ടിൽ കുളിക്കാൻ പോകവേ കുളിക്കൽ സ്വദേശികളായ കബീർ, യൂനിസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കബീറിന്റെ പരിക്ക് ഗുരുതരമാണ്. രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ഇന്നലെ 2 കിലോമീറ്റർ അപ്പുറത്ത് മമ്പാട് നടുവക്കാട് 3 പേർക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, മലപ്പുറം ജില്ലയിൽ വന്യജീവികളുടെ ആക്രമണം ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ്. ഇപ്പോൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. നമുക്ക് ആദ്യം ആ പരിക്കേറ്റവരുടെ ദൃശ്യങ്ങളിലേക്ക്. കബീർ എന്ന് പറയുന്ന ആൾ, യൂനിസ് എന്ന് പറയുന്ന ആളും പിന്നെ ഇപ്പം തോട്ടിലേക്ക് കുളിക്കാൻ പോകുന്ന സമയത്ത് കാട്ടിൽ നിന്ന് ഇപ്പം പകൽ ഒരു 8 മണിക്ക് പന്നി വന്നിട്ട് ആക്രമിക്കുമായിരുന്നു. കബീർ എന്ന് പറഞ്ഞ ആൾക്ക് നല്ല ആഴത്തിലുള്ള മുറിവുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ചു. ഇപ്പോൾ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെയും 3 സ്ത്രീകളെ പിന്നെ നടുവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആക്രമിച്ചിട്ടുണ്ട്. ഇത് പിന്നെ നാട്ടുകാർ ഭയങ്കര ഭീതിയിലാണ്. പല പ്രാവശ്യം ഈ ഏരിയയിൽ നിന്ന് പിന്നെ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 2 വർഷം മുമ്പ് അവിടെ കാട്ടാന വന്ന് ആക്രമിച്ചിട്ട് ഞങ്ങൾ പല പ്രാവശ്യം പിന്നെ അധികാരികളോട് മുന്നിൽ ഇത് പരാതിപ്പെട്ടിട്ടും ഇതുവരെ ഇതിന് കാര്യമായ പ്രതിവിധി ഉണ്ടായിട്ടില്ല. മലപ്പുറം മമ്പാട് കുളിക്കലിൽ കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റ സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അവിടെ ഈ മേഖലയിൽ വന്യജീവികളുടെ ആക്രമണം വളരെ രൂക്ഷമാണ്. കാട്ടുപന്നി, അതുപോലെ തന്നെ നേരത്തെ തന്നെ കാട്ടാനകളുടെ ആക്രമണം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 പേർക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ശിവദാസ് കന്മനം. വിനോദ്, മലപ്പുറം മമ്പാട് കൂളിക്കൽ എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ കാട്ടുപന്നിയുടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതായത് നിലമ്പൂരിന് തൊട്ട് സമീപത്തുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ നിലമ്പൂരും മമ്പാടും എല്ലാം തന്നെ ഒരു മലയോര പ്രദേശം കൂടിയാണ്. നിരവധി വന്യമൃഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഈ ഭാഗത്തുള്ള ജനങ്ങൾ വലിയ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത്. കാട്ടാനയുടെ ആക്രമണവും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കാട്ടുപന്നിയുടെയും എല്ലാം തന്നെ ആക്രമണം ഇപ്പോൾ പതിവായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ കൂളിക്കലിൽ ഇത്തരത്തിലുള്ള ഒരു കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാട്ടുപന്നി ആക്രമണത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. യൂനിസ്, കബീർ എന്നീ 2 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ യൂനിസിൻ്റെ പരിക്ക് അത്ര സാരമുള്ളതല്ല, പക്ഷേ കബീറിൻ്റെ കാലിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് കബീർ ഉള്ളത്. അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഇപ്പോൾ ഡോക്ടർ ചികിത്സിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇതിന് തൊട്ട് സമീപത്ത് നടുക്കടവ് എന്ന സ്ഥലത്ത് 3 പേർക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഇങ്ങനെ നിരന്തരം കാട്ടുപന്നി ശല്യം രൂക്ഷമായൊരു മേഖല കൂടിയാണ് ഈ നിലമ്പൂരിന് സമീപത്തുള്ള മമ്പാടും നിലമ്പൂരിലും എല്ലാം തന്നെ. ഇത്തരത്തിൽ ഇത് തുടർന്നു വന്നിട്ടും കൃത്യമായൊരു ഇടപെടലൊന്നും തന്നെ ആരുടെയും ഭാഗത്തു നിന്നും ഇല്ലാത്തതിൽ വലിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ട്. ഇത്തരത്തിൽ മുൻപും കാട്ടാനയുടെ ആക്രമണത്തിലെല്ലാം തന്നെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിലും ആ പ്രതിഷേധത്തിലൊന്നും തന്നെ കൃത്യമായൊരു ഇടപെടലൊന്നും തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാർ ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഈ നാട്ടിലുള്ള ഒരു വ്യക്തി എന്താണ് പിന്നെ സംഭവം, എങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായത്? രാവിലെ അവർ പടത്തേക്ക് ഇറങ്ങായിരുന്നു. അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു അവർ. അപ്പോൾ ഒരാൾ ഇതിൻ്റെ മുൻപ് അനിയനാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. വേറൊരാളെയും കൂടിയും കുത്തിയിട്ടുണ്ട്. അയാളെ കുത്തിനെ കണ്ടപ്പോൾ ഇയാൾ ഓടിയതാണ്. ഇയാളെ ബാക്കിൽ വന്നിട്ട് അതുപോലെ തന്നെ ഇയാളെയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തുടയ്ക്ക് നല്ലൊരു ഇഞ്ചുറി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ മമ്പാട് കൂളിക്കൽ ഈ ഭാഗങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് പന്നിശല്യമുണ്ട്. രാവിലെ കുട്ടികൾ നടന്നു പോകുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഇന്നലെ 3 ആൾക്കാരാണ് അവിടെ കുത്തിയിട്ട് മമ്പാട് തന്നെ കുറച്ചിപ്പുറത്തായിട്ട്, മമ്പാട് ടൗണിൻ്റെ കുറച്ചിപ്പുറത്തായിട്ട് 3 ആളെ. വലിയൊരു പ്രശ്നം തന്നെയല്ലേ? കാരണം നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഒറ്റയ്ക്ക് ഏതിലും നടക്കാൻ വയ്യ. ഏതിലെ പോയാലും പന്നികളുടെ ഒരു ശല്യമാണ് ഇപ്പോൾ ഉള്ളത്. വൈകുന്നേരം രാത്രി ആയാലും പകലാണെങ്കിലും ഒന്നും ഇപ്പോൾ ഒരു വ്യത്യാസമില്ലാതെ ഈ ശല്യം. അത് കൃഷിക്കാരൊക്കെയുള്ള സ്ഥലം കൂടിയല്ല, കൃഷിക്കാരൊക്കെയുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. കൃഷി നശിപ്പിച്ചുകൊണ്ട് ഒരുപാടുണ്ട്. ഇപ്പം ജനങ്ങൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇവിടെ എത്ര ആൾക്കാരെ വന്നു. ഇന്നലെയൊക്കെയായിട്ട് എത്ര ആൾക്കാരെ അവിടെ വന്നിട്ടുള്ളതെന്നുള്ളത്. മമ്പാട് ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ഏരിയയിൽ തന്നെ 3 ആൾക്കാരെ ഇപ്പം ഇന്നിപ്പോൾ 2 ആൾ. ആരും ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലൊന്നും നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെയാണെന്നുള്ള സ്ഥിതികൾ എന്താണെന്ന് അറിയില്ല. അത് കുറേ കാലമായിട്ടുള്ളതല്ല, പക്ഷേ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ട് തന്നെയാണ്. ഒരുപാട് കാലമായിട്ടുള്ളതാണ്. നാട്ടുകാർ ഇനി എന്താ ചെയ്യുക? കാരണം അത് കുറേ കാലമായിട്ട് നിലനിൽക്കുന്നു. ഇപ്പോൾ ആരും ഒന്നും പരിഹരിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇനി എന്താ നാട്ടുകാരെന്താ ചെയ്യുക? സർക്കാർ അതിനൊരു മുൻകൈ എടുത്ത് പരിഹരിക്കാനുള്ളൊരു
ഇത് ചെയ്യണം. കാരണം വെച്ചാൽ പഞ്ചായത്ത് ഇതിന് മുൻകൈ എടുത്ത് കണ്ടത് എവിടെയുള്ളത് വെച്ചാൽ അതിനൊരു പരിഹാരം കാണുന്നതിന് മനുഷ്യർക്ക് ജീവിക്കണ്ടേ പ്രശ്നം. നിലമ്പൂർ തെരഞ്ഞെടുപ്പും കൂടിയാണ്, ഇപ്പോൾ പ്രധാന വിഷയം കൂടിയല്ലേ ഇത്? അതെനിക്കറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. ഓക്കെ, ഞാൻ എൻ്റെ അനിയൻ്റെ കാര്യം പറഞ്ഞു. ശരി, ഓക്കെ. അപ്പോൾ ഇങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നാട്ടുകാർ. ഇത്തരത്തിൽ വന്യജീവി ശല്യം കാരണം പൊറുതിമുട്ടുകയാണ് നാട്ടുകാർ. കാലങ്ങളായി ഇത്തരത്തിലുള്ള ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ കൃത്യമായൊരു ഇടപെടലോ അല്ലെങ്കിൽ ഇതൊന്ന് പരിഹരിക്കാനോ ഒന്നും തന്നെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്, പുറത്ത് ഇറങ്ങി നടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ചെറിയ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകുവാനും അതോടൊപ്പം തന്നെ മദ്രസയിലേക്കും മറ്റ് ട്യൂഷൻ സെൻ്ററുകളിലേക്കും അടക്കം പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. പേടിച്ചാണ് വീട്ടുകാർ കഴിയുന്നത്. ഈ കുട്ടികളെല്ലാം തന്നെ സ്കൂളിലേക്ക് പോകുന്ന സമയത്തെല്ലാം തന്നെ വീട്ടുകാർ ആധിയോടെയാണ് ഇവിടെ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നിരവധി കൃഷിക്കാർ ഉള്ള മേഖല, അവരുടെ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങളാണ്, അവർക്ക് ഇത്തരത്തിൽ കൃഷി മാത്രമാണ് അവരുടെ ഒരു മലപ്പുറത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മന.